അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാത്മാക്കൾ മരിച്ചുപോയവരാണെന്ന് സത്യമാണ്. മരിച്ചുപോയവർ എന്നവരെ കുറിച്ച് പറയുന്നത് കിതാബുകൾ അൽ-അർവാഹുൽ മുഖദ്ദസ വിശുദ്ധാത്മാക്കൾ എന്നാണ്. വിശുദ്ധാത്മാക്കൾ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യും. അതിന് ശിർക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വിശുദ്ധാത്മാക്കൾ ആത്മീയമായി ജീവിക്കുന്നുണ്ട്, ഭൗതിക കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സുന്നത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്ന പ്രവിശാലമായ സദസ്സുകൾ എത്രയോ വിശുദ്ധാത്മാക്കൾ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അവിടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു രണ്ട് വീടുകളുടെ വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധാത്മാക്കൾ യാഥാർത്ഥ്യമാണ്. അവർ മരിച്ചു എന്ന കാരണത്താൽ അവരിൽ നിന്ന് ഗുണപ്രതീക്ഷിക്കാൻ മുശ്രിക്കാവും കാഫിറാകുന്ന വാർത്ത നിരർത്ഥകമാണ്. എത്ര പുസ്തകങ്ങളാ കേരളത്തിൽ ഇറങ്ങിയത് ഈ ശിർക്കിനെ ന്യായീകരിക്കാൻ? എത്ര പുസ്തകങ്ങൾ ഇറങ്ങി. ആ പുസ്തകങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്താ? അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അതിവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആദീസുകളും ഒരുപാട് ആയത്തുകളും സുഹൃത്തുക്കളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്കുള്ള വഴി എന്താണെന്നറിയങ്ങള്? എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ആളുകൾ സംഭവിച്ചത്? ഇസ്ലാമിലെ തൗഹീദ് അവർ പഠിച്ചിട്ടില്ല. ഇസ്ലാമിലെ തൗഹീദ് എന്താണെന്ന് പഠിക്കണമെങ്കിൽ റസൂല് വരുമ്പോഴുള്ള ഖൗമിന്റെ വിശ്വാസം എന്താണ്, ജാഹിലിയ്യ കാലത്തെ ഖൗമിന്റെ വിശ്വാസം എന്താ, നടപടിക്രമം എന്താന്ന് പഠിക്കണം. അത് പഠിച്ചാലേ ഇസ്ലാമിന്റെ തൗഹീദ് മനസ്സിലാകുള്ളൂ. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നമാ തൻഖുലു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. ജാഹിലിയത്ത് എന്താണെന്നറിയാത്തവൻ ഇസ്ലാമിക സമുദായത്തിൽ വളർന്നു വന്നാൽ ഇസ്ലാമിന്റെ പിരികൾ ഒന്നൊന്നായി അഴിഞ്ഞു പോകും. അപ്പൊ അബൂജഹലും ഉത്ബത്തും ശൈബത്തും അടക്കമുള്ള മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണ് നമ്മൾ പഠിക്കണം. ഇപ്പൊ നമ്മളെ ആളുകൾ വിചാരം എന്താണെന്നറിയോ? അള്ളയാണ് നമുക്ക് ഭക്ഷണം തരുന്നത്, അള്ളയാണ് നമ്മളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അള്ളാഹു റിസ്ക് തന്നില്ലെങ്കിൽ നമുക്ക് റിസ്ക്കില്ല, അള്ളാഹു കാത്തില്ലെങ്കിൽ നമുക്ക് കാവലില്ല. ഇതൊക്കെ വിശ്വസിക്കുന്നവരാ ഞങ്ങള്. പിന്നെ ഇടക്കൊന്ന് മൊയ്തീൻ ശൈഖേ എന്ന് വിളിച്ചാൽ പിന്നെ എങ്ങനെ ശിർക്കാകുക? അപ്പൊ അള്ളാഹ് സൃഷ്ടാവാണ്, അള്ളാഹ് സംരക്ഷകനാണ്, അവൻ ഭക്ഷണം നൽകുന്നവനാണ്, അവൻ നമ്മളെ പോറ്റി വളർത്തുന്നവനാണ്, അവൻ നമ്മുടെ ഉടമയാണ്, നമ്മൾ അവന്റെ അടിമയാണ് എന്നൊക്കെ വിശ്വസിച്ചാൽ തന്നെ തൗഹീദ് പൂർത്തിയാകുമോ? പൂർത്തിയാകുമെങ്കിൽ അബൂജഹലിന്റെ തൗഹീദ് പൂർത്തിയാണ്ടേ? അബൂജഹൽ നിരീശ്വരവാദിയായിരുന്നു തന്നെ, പടച്ചോനില്ല എന്ന് വിശ്വസിച്ച ആളായിരുന്നോ? ഈശ്വരവാദിയല്ലേ? ഇത് പറയുമ്പോ കണ്ടോ, അബൂജഹലിനെ വെള്ള പൂശുന്നു, അബൂജഹലിനെ മാർക്കം കൂട്ടുന്നു എന്ന് പറയും. അബൂജഹലിനെ നമുക്ക് വെള്ള പൂശേണ്ട ആവശ്യമല്ല, മാർക്കം കൂട്ടേണ്ട ആവശ്യമല്ല. ഖുർആനിൽ അവരെ പറ്റി പറഞ്ഞത് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അവരെ വാദം തന്നെ എന്തായിരുന്നു? ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ പിൻഗാമികളാണ്. അതേസമയം റസൂൽ കൊണ്ടുവന്ന ലാ ഇലാഹ ഇല്ലല്ലയെ അവർ അംഗീകരിച്ചതുമില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിനെ പറ്റി പറയുന്നിടത്തൊക്കെ ഖുർആൻ പറഞ്ഞത് വമാ കാന മിനൽ മുശ്രിക്കീൻ. അധിക സ്ഥലത്തും കാണാം അദ്ദേഹം മുശ്രിക്കുകളിൽ ഉൾപ്പെട്ട ആളായിരുന്നില്ല.